പ്രിയമുള്ളവരെ, ഈ സമയത്തും ഒരു ലൈവ് ഇടേണ്ടി വരുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് കണ്ടില്ലേ, ഇത് മോർച്ചറിയാണ്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൻ്റെ മോർച്ചറിയുടെ മുന്നിൽ ഞങ്ങളെപ്പോലെ ഉള്ള കുറേ മനുഷ്യരും, അതോടൊപ്പം നമുക്കറിയാം രാംനാരായൺ ബേഗലിൻ്റെ കുടുംബവും ഇവിടെ ഇങ്ങനെ ഈ മോർച്ചറിയുടെ മുന്നിൽ ഇങ്ങനെ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോൾ 4ാമത്തെ ദിവസമായി. ഒരു മനുഷ്യൻ കൊല ചെയ്യപ്പെട്ടിട്ട് ഇന്ന് 4ാമത്തെ ദിവസമാണ്. ഒരു പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ട് ഈ രീതിയിലുള്ള ഒരു കൊല നടക്കുകയാണ്. വളരെ കൃത്യമായിട്ട് ഇത് എന്താ പറയണ്ട, ഇസ്ലാമോഫോബിയയുടെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ വംശീയമായിട്ടുള്ള ഒരു കൊലയാണ്. ആദ്യമായിട്ടാണ് കേരളത്തിൽ ഈ രീതിയിലൊരു ആൾക്കൂട്ട കൊല നടക്കുന്നത്, ഒരു മോബ് ലിഞ്ചിങ് നടക്കുന്നത് ആദ്യമായിട്ടാണ്. ഇത് വളരെ കൃത്യമാണ്. ബംഗ്ലാദേശി അല്ലേ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ഈ കൊല. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇത് ഈ രീതിയിലുള്ള ഒരു കൊലപാതകം കേരളത്തിൽ നടന്നിട്ട് ഇന്ന് 4ാമത്തെ ദിവസമായിട്ടും ഇവിടുത്തെ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള ഇടപെടലുകളും ഉണ്ടായിട്ടില്ല. ഇപ്പം ഇന്ന് വൈകുന്നേരം ആയതിനു ശേഷം പാലക്കാട് RDO ഞങ്ങളായിട്ട് ചർച്ചയ്ക്ക് വന്നു. അതുപോലെ അതിനുശേഷം ഇപ്പോൾ തൃശ്ശൂരെ സബ് കളക്ടർ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. അതാണ് ആകെ. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ ഒരു ബോഡി ഇവിടെ കൊണ്ടുവന്നിട്ട് ഇന്ന് 3ാമത്തെ ദിവസമായി. ആൾ കൊല്ലപ്പെട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ 4ാമത്തെ ദിവസമായി. മിനിഞ്ഞാന്ന് തന്നെ ഈ ബോഡി ഇവിടുന്ന് ഇന്നലെ പാഴ്സൽ ചെയ്യാൻ വേണ്ടിയിട്ടില്ല, മിനിഞ്ഞാന്ന് തന്നെ പാഴ്സൽ ചെയ്യാൻ വേണ്ടിയിട്ടില്ല. പാഴ്സൽ ചെയ്യാന്നാണ് അവർ ഉപയോഗിച്ച വാക്ക്, നമ്മൾ ആലോചിക്കണം. അതും ഈ പാലക്കാട്ട് നിന്ന് ഈ ഡെഡ് ബോഡി തൃശ്ശൂർ മെഡിക്കൽ കോളേജിന്റെ മുന്നിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 3750 രൂപ ഈ കൊല്ലപ്പെട്ട ഹതഭാഗ്യനായിട്ടുള്ള രാംനാരായൺ ബേഗലിന്റെ കസിനായിട്ടുള്ള ആളുടെ അടുത്ത് നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. നമ്മൾ ആലോചിക്കണം. പിന്നെ പോലീസ് പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ 25,000 രൂപ കൊടുക്കുകയാണെങ്കിൽ ഈ ബോഡി അവരുടെ നാട്ടിലെത്തിച്ചു കൊടുക്കുന്നതാണ്. നമ്മൾ മനസ്സിലാക്കണം, ഈ രീതിയിലുള്ള ഒരു പക്ഷേ കേരളത്തിൽ നടന്നിട്ടുള്ള ആദ്യത്തെ ഈ ആൾക്കൂട്ട കൊല അല്ലെങ്കിൽ ഈ മോബ് ലിഞ്ചിങ് നടന്നിട്ട് ഇത്രയും ദിവസമായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള ഇടപെടലുകളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. സംഘപരിവാര പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഈ രീതിയിലുള്ള ഒരു കൊലപാതകം നടന്നിട്ട് എന്തുകൊണ്ടാണ് ഈ സർക്കാരിന് ഒരു രീതിയിലുള്ള നടപടിയും കൈക്കൊള്ളാൻ കഴിയാത്തത്? ഇതൊരു സാധാരണ കൊലപാതകം എന്നുള്ള രീതിയിലുള്ള ഒരു FIR ഇട്ട് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ കേസ് ഫ്രെയിം ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് വളരെ കൃത്യമാണ്. ഇത് മോബ് ലിഞ്ചിങ് ആണ്. ആ ഒരു തിരിച്ചറിവോട് കൂടിയിട്ട് FIR ഇട്ടിരുന്നുവെങ്കിൽ ഇന്ന് ഈ സമയത്തും ഇവിടെ ഇങ്ങനെ അനിശ്ചിതത്വത്തോട് കൂടിയിട്ട് വളരെ എന്താ പറയണ്ടേ, മൂന്ന് ദിവസത്തോളം ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറി ഇറങ്ങി വളരെ ദുരിതം സഹിച്ച് വന്നിട്ടുള്ള ഒരു കുടുംബമുണ്ട് ഇവിടെ, രാംനാരായൺ ബേഗലിന്റെ കുടുംബം. നമ്മൾ ആലോചിക്കണം, അവര് 2 കുട്ടികളുണ്ട്, ചെറിയ കുട്ടികളാണ്, 2 കുട്ടികളുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട്, അതുപോലെ ഭാര്യയുടെ അമ്മയുണ്ട്, പിന്നെ അവരുടെ അമ്മാവനുണ്ട്. അവരെല്ലാം നമ്മൾ ആലോചിക്കണം, 3-4 ട്രെയിൻ കയറി 3 ദിവസത്തോളം ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്ത് അവശരായിട്ട് ഇപ്പൊ ഈ മോർച്ചറിയുടെ മുന്നിൽ അവർ ഇരിക്കുകയാണ് ഇവിടെ. നമ്മൾ ആലോചിക്കണം, ഈ ഒരു സർക്കാർ ചെയ്യുന്ന വൃത്തികേടുണ്ടല്ലോ, ഇതിനൊന്നും ഒരു ന്യായീകരണമില്ല. ഞങ്ങൾ ഉറച്ച തീരുമാനത്തിലാണ്. ഇതിന് മിനിമം ഏറ്റവും ചുരുങ്ങിയത് ഒരു ഈ FIR-നകത്ത് ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട്. ഇത് മോബ് ലിഞ്ചിങ് ആണ് എന്നുള്ള നിലയ്ക്ക് ഉള്ള വകുപ്പ് ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട്. അതുപോലെ ഇതിൽ വളരെ കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം വാഗ്ദാനം ചെയ്യേണ്ടതുണ്ട്. അതായത് ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 ലക്ഷം രൂപയെങ്കിലും ഈ കുടുംബത്തിന് അടിയന്തരമായുള്ള ആശ്വാസ ധനം എന്നുള്ള നിലയ്ക്ക് നൽകേണ്ടതുണ്ട്. ആ കുട്ടികളൊക്കെ നമ്മൾ ആലോചിക്കണം, ഒരു കുടുംബത്തിന്റെ ഏക വരുമാനം അല്ലെങ്കിൽ ആ കുടുംബത്തിനുള്ള ഏക ആശ്രയമായിരുന്നു ഈ രാംനാരായൺ ബേഗൽ. അപ്പം അത് ആ മനുഷ്യനെ കൊല ചെയ്തിട്ട് ഈ രീതിയിൽ അവരിങ്ങനെ നീതി ലഭ്യമാക്കാൻ വേണ്ടിയിട്ട്, ഇത് മറ്റെവിടെയല്ല. നമ്മൾ ആലോചിക്കണം, ഇത്രയൊക്കെ കേമത്തം പറയുന്ന ഈ കേരളത്തിലെ ഒരു ഭരണകൂടം നടത്തുന്ന ഈ അനീതി ഉണ്ടല്ലോ, ഇത് നമ്മൾക്ക് ഒരു നിലയ്ക്കും പൊറുക്കാൻ കഴിയില്ല. ഞങ്ങളുടെ തീരുമാനം എന്ന് പറയുന്നത് സർക്കാരിന്റെ പ്രഖ്യാപനമാണ്. സർക്കാർ പ്രഖ്യാപിക്കുന്നത് വരെ ഞങ്ങളിവിടെ തുടരും എന്നുള്ളതാണ്. കുടുംബം ഈ കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവര് ഇത്തരമൊരു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വളരെ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം വരാത്തിടത്തോളം സമയം ഇവിടെ ഈ മോർച്ചയുടെ മുന്നിൽ അവരും ഉണ്ടാവും. ഞങ്ങളെപ്പോലെയുള്ള കുറേ ആൾക്കാർ ഇവിടെ ഉണ്ടാവും.
അതിന് മറ്റു വഴികളില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഈ ബോഡി പരമാവധി വേഗം അവരുടെ നാട്ടിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അതുപോലെ ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും അതെ, ഞങ്ങൾക്കൊക്കെ തിരിച്ചു പോകണം. അതുപോലെ ഇവിടെ നമുക്കറിയാം വളരെ ക്ഷീണിതരായിട്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മാവനുണ്ട്, അതുപോലെ അവരുടെ കസിൻ ബ്രദേഴ്സ് ഉണ്ട്, ബ്രദറുണ്ട്, ഒക്കെ ഉണ്ട്. അവരൊക്കെ വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥയിൽ ഇരിക്കുകയാണ്. അവരെ അമ്മ അതുപോലെ കണ്ടോ, അമ്മയൊക്കെ എത്ര ക്ഷീണിതയാണ് നോക്കി നോക്കൂ, ഭയങ്കര ക്ഷീണിതരായിട്ടാണ്. അതുപോലെ നമുക്കറിയാം, ഞാൻ അവരുടെ ശരിക്കും ലളിത എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പിന്നെ ജീവിത പങ്കാളി, അവരെത്രമാത്രം കുട്ടികൾ ഉറങ്ങി കണ്ടില്ലേ, കുട്ടികളൊക്കെ ഭയങ്കര ക്ഷീണിതരാണ്. ഇതൊക്കെ ഈ മോർച്ചയുടെ മുന്നിലാണ് നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഇത്രയും നെറികേട് ചെയ്യുന്ന ഒരു സർക്കാരായിട്ട് ഈ സംസ്ഥാന സർക്കാർ മാറുന്നു എന്നുള്ളതാണ്. ഇത് പിണറായി വിജയൻ സർക്കാർ കേരളത്തിലെ ജനങ്ങളെ പോലും അപമാനിക്കുന്ന ഒരു കാര്യമായിട്ടാണ് നമുക്ക് പറയാനുള്ളത്. ഞാൻ തൽക്കാലം നിർത്തുകയാണ്. ഞങ്ങൾ എന്തായാലും ഈ സമരമായിട്ട് ഇവിടെ തന്നെ ഞങ്ങൾ കുറേ ആൾക്കാരുണ്ട് ഇവിടെ, ഞങ്ങളെല്ലാവരും ഈ സമരമായിട്ട് ഇതിൻ്റെ രാംനാരായൺ ഹെഗലിൻ്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളൊരു കൂട്ടായ്മ ഉണ്ട്. ആ കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ എല്ലാവരും ഉള്ളത്. കുറേ ആൾക്കാരുണ്ട് ഇവിടെ.